പിന്നെ കാര്യം ചോദിക്കുന്നോണ്ട് ചേട്ടന് പ്രണയം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. 2018 ഒരു പ്രളയം. അയ്യോ, പ്രളയമല്ല, പ്രണയം ഉണ്ടായിരുന്നോ? പ്രണയം ഒരെണ്ണം ഉണ്ടായിരുന്നു. പിന്നെ 2 കിട്ടിയപ്പോ അതങ്ങ് തീർന്നു. അല്ല അത് പോയല്ലോ. അല്ലെ, എല്ലാവർക്കും ഒരു സങ്കല്പം ഉണ്ടാവൂലോ. ചേട്ടന്റെ മനസ്സിൽ വരുന്ന ഒരു പെൺകുട്ടിയുടെ സങ്കല്പം എന്തായിരുന്നു? കല്യാണം കഴിക്കുന്ന പെൺകുട്ടി. അതെ. സത്യം പറഞ്ഞാൽ കോളേജ് പഠിക്കുന്ന സമയത്ത് ഐശ്വര്യയെ പോലൊരു പെണ്ണെ കെട്ടണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ നടന്നില്ല. പിന്നെ കോളേജ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ പുറത്തിറങ്ങി ജോലി തേണ്ടിയൊക്കെ നടക്കുകയാണ്. അങ്ങനെ നടന്നപ്പോ നമുക്ക് നയൻതാരയെങ്കിലും മതി എന്നുള്ളൊരു പിന്നീട് കുറച്ചു കാലം കൂടി കഴിഞ്ഞ പ്രായം കൂടുന്നതനുസരിച്ച് ഏതെങ്കിലും ഒരു പെണ്ണെ കെട്ടിയാൽ മതിയെന്നായി. പിന്നെയും പെണ്ണ് കിട്ടാൻ വന്ന് പിന്നെ അങ്ങോട്ട് പോയപ്പോ എങ്ങനെങ്കിലും ഒന്ന് കെട്ടിയാൽ മതിയെന്നായി. ആ അവസ്ഥയിലാണ് കൊച്ചിനെ കിട്ടിയത്. ഇതെന്താ? നാണം കൊണ്ട് കളം വരയ്ക്കുക. നാണം കൊണ്ട് കളം വരയ്ക്കുന്ന ഇത്രയല്ല ഉള്ളു. അല്ല, എന്റെ കുറച്ച് വിശാല മനസ്സാണ്, അതാ. ഇരിക്കൂ. അയ്യോ, ഞാൻ ആണുങ്ങളുടെ മുമ്പിൽ അങ്ങനെ ഇരിക്കാറില്ല. കിടക്കാം. അയ്യോ, എന്റെ കയ്യിൽ പോയി, എന്റെ കയ്യിൽ. ഇരിക്കാം. സത്യം പറഞ്ഞ ഞാനും ആദ്യമായിട്ടാണ്. അല്ല, ആദ്യമായിട്ടാണ് ഒരാണ് തൊടുന്നത്. അങ്ങനെ സത്യം പറഞ്ഞ ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയുള്ള പെൺകുട്ടികളെ കാണാറേ ഇല്ല. അയ്യോ, അവരൊക്കെ എവിടെ പോയി? അവര് മാങ്ങ പറിക്കാൻ പോയി. ഇങ്ങനെ നാടൻ കുട്ടികളെ കാണാൻ കിട്ടത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ചേട്ടന് എന്നെ ഇഷ്ടായോ? ആയോന്നോ? സത്യം പറയാ, എങ്ങനെ എനിക്ക് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കണമെന്ന് അറിയത്തില്ല. എനിക്കൊരു കടലോളം ഇഷ്ടമാണ്. ആണോ? ഒരു ആകാശത്തോളം ഇഷ്ടമാണ്. ആണോ? അയ്യോ, എന്തിനാ വീണേ? എണീക്കാൻ വേണ്ടി വീണതാണ്. അയ്യോ, എന്തിനാ ഇപ്പൊ കേറി വന്നത് ചേട്ടൻ? ഞാൻ വന്നത് നിനക്ക് ഭയങ്കര ഗുരുവായി ലേഡി. അതല്ല, ഞാൻ സിഗ്നൽ തരുമ്പോ വന്നാ പോരെ? നീ സിഗ്നൽ ഇടില്ല, അതെനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ കയറി വന്നത്. നമ്മൾ രണ്ടുപേരും ഒരുപോലെ ആയില്ലേ? ഏകദേശം. അല്ല, നേരത്തെ ഇത്രയും നിറയിലില്ലായിരുന്നല്ലോ. സിറ്റുവേഷൻ അതല്ലേ. അല്ല, എന്താ ഇപ്പൊ കേറി വന്നത്? ഒരു സംഭവം എന്റെ മറന്നല്ലത്. എന്തുവാ? എന്റെ മൈഗ്രെയിനിന്റെ ഗുളിക ഇവിടെ വെച്ച. മൈഗ്രെയിന്റെ? അതിവിടെ ഇല്ല മാമാ, നോക്കി ഇവിടെ ഇല്ല. ഇല്ലല്ലേ? ഇല്ല. എന്നാ പിന്നെ ഞാൻ പോണം. കഴിച്ചായിരുന്നല്ലോ അല്ലേ? ഇല്ല, കഴിച്ച കാര്യം മക്കളെ, ഞാൻ വന്ന സത്യം പറഞ്ഞ വേറൊരു കാര്യം കൂടെ പറയാൻ വേണ്ടി. സൂക്ഷിക്കണം, കള്ളന്മാരുള്ള സ്ഥലമാ. കള്ളന്മാരുള്ള സ്ഥലം അമ്മാവനോട് സൂക്ഷിച്ചു വെച്ചേക്കാം. അയ്യോ, അമ്മാനെ സൂക്ഷിച്ചു വെക്കാനല്ല, പൈസ വല്ലതും ഉണ്ടെങ്കിൽ സൂക്ഷിച്ചു. പൈസ ഇല്ലല്ലോ. പൈസ ഇല്ലേ? ഏത് പൈസ? 5 ലക്ഷം രൂപ ചെക്കിന്റെ കാര്യം അവര് മറ്റേ സമൂഹത്തിന്റെ ചെക്ക്. ഓ ദൈവമേ, ചെക്ക് ഇല്ലേ? അയ്യോ, അയ്യോ, ഇപ്പൊ ചത്തേനെ. അല്ല, മക്കളിപ്പോ ടെൻഷൻ അടിച്ച് ചത്തേനെ. അമ്മാവൻ അങ്ങനെ തോന്നിയാ? നോക്ക്, ഈ ചെക്ക് കണ്ടിട്ടൊന്നും അല്ല അതിനകത്ത് ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. തോന്നി, അറിയാം. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ. ഓക്കെ. അമ്മാന് തോന്നും ഞാൻ ഈ ചെക്ക് കണ്ടിട്ടായിരിക്കും. ഗുളിക തപ്പിയതായിരിക്കും. മൈഗ്രെയിന്റെ ഗുളിക എവിടെയെങ്കിലും ഉണ്ടോ? മൈഗ്രെയിൻ കാരണം ഇവിടെ വന്നിരിക്കും. അമ്മാവൻ വിചാരിക്കും ഈ ചെക്കിന് വേണ്ടിയാ കെട്ടിയെന്ന്. സത്യം പറഞ്ഞ അല്ല കേട്ടോ. എനിക്ക് ഈ കാശെന്ന് പറയുന്നതിനോടൊരു താല്പര്യം ഉണ്ടായിട്ടല്ല. അല്ല, വേണമെന്നുണ്ടെങ്കിൽ അമ്മാവന് സൂക്ഷിക്കാം, അല്ലെങ്കിൽ നിനക്ക് സൂക്ഷിക്കാം. ആര് സൂക്ഷിച്ചാലും അമ്മാവൻ സൂക്ഷിക്കണമെന്നില്ല. അങ്ങനെയൊന്നും ഇല്ല, വേണ്ട. ഒരു കാര്യം, അമ്മാവൻ തന്നെ സൂക്ഷിച്ചു ഇല്ലേ? പക്ഷെ അമ്മാവൻ പറഞ്ഞ് കള്ളന്മാരുണ്ട് സൂക്ഷിക്കണം. അപ്പൊ അതുകൊണ്ട് ഞാൻ തന്നെ സൂക്ഷിക്കാം. ഏത് സമയത്ത് ആ ഗുളിക വായിലുവെന്ന് അങ്ങനെ പറഞ്ഞു വന്നോ? ഗുളി അല്ല, മൈഗ്രെയിന്റെ ഗുളികയുടെ കാര്യം. അതെ, നിങ്ങൾക്ക് തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ ഞാൻ കാശിന് വേണ്ടിയാ ചെയ്യുന്നു. കനകത്തിന് വേണ്ടി ഈ കാശ് വലിച്ചെറിയാനും ഞാൻ തയ്യാറാണ്.
ചെക്ക് വീണില്ലേ? ചെക്ക് വീണില്ല. അല്ല, അമ്മാവനെ വീണപ്പോ ഞാൻ പിടിച്ചെഴുന്നേപ്പിച്ചതാ. പണ്ടേ ഇവളിങ്ങനെ ആര് വീണാലും കയറി പിടിക്കും. ആര് വീണ? നേരത്തെ മോൻ വീണപ്പോഴും വന്ന് പിടിച്ചല്ലോ. അതെ, ഒരു ചെറിയ സഹായം. അത്രേ ഉള്ളു. അത്രേ ഉള്ളു. അപ്പൊ ചെക്കിന് വേണ്ടിയല്ല. അല്ലല്ല, അയ്യോ, ഒരിക്കലും അല്ല. അതിന്റെ ആവശ്യമില്ല എന്റെ മോളെ. അതെ, 5 പവൻ സ്വർണത്തിന് വേണ്ടിയല്ല. ഒരിക്കലല്ല. ചേട്ടൻ എന്റെ പ്രാണനല്ലേ. ആണ്. അതെ. ഇതാരാണ്? ഇത് എന്റെ അമ്മാവനാ. അതെ. ആരാ? അമ്മാവനാ. ആരാണ് കനകത്തിന്റെ? അമ്മാവനാ. അയ്യോ, ആരാ കനകത്തിന്റെ? അമ്മാവനാ. ഭർത്താവാ. അല്ല, അമ്മാവനാ. ഭർത്താവാന്ന് പറ. അമ്മാവനാ. ഭർത്താവാന്ന് പറ. അമ്മാവനാ. എടി ഭർത്താവാന്ന് പറയാന്ന്. ചേട്ടനല്ലേ പറഞ്ഞ പിടി വീണ് കഴിഞ്ഞാൽ ഭർത്താവാന്ന് സമ്മതിക്കരുതെന്ന്. അത് പിടി വീണ, ഇത് അടി വീഴുമ്പോ പറയണം. ഇവയല്ല എന്നെ അടിച്ചു കൊല്ലുക. നിങ്ങൾ രണ്ടുപേരും കൂടെ ഇതിനു വേണ്ടിയുള്ള ശ്രമമാണെന്ന് എനിക്ക് നേരത്തെ പിടികിട്ടി. ആണല്ലേ? ഇവിടെ ഫോട്ടോ കണ്ടപ്പോഴേ എനിക്ക് പിടികിട്ടി. ഓക്കേ. നീ ഇട്ടിരിക്കുന്ന ഇത് സ്വർണ്ണമാലയാണെന്നാണോ വിചാരിച്ചത്? അതെ. നീ ഫ്രഷ് ആവാൻ പോയില്ലേ? ആ. ആ സമയത്ത് അത് ഞാൻ മാറ്റി. അതെന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ആ. പോലീസ്. അയ്യോ, പോലീസ്. അതിന് നമ്മളെന്തിനാണ് പേടിക്കുന്നത്? സ്വർണവും പണവും ഒക്കെ വെന്തലല്ലേ ഇരിക്കുന്നത്. ആണ്. ശരിയാ. ഞാൻ വിളിച്ചിട്ടാടാ പോലീസ് വന്നത്. രണ്ടിനെയും കൂടി ഇപ്പൊ തൂക്കും. ഓടിക്കോടി. എവിടെ? ഇങ്ങനെ